എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. 10 ഫെബ്രുവരി 2023 പബ്ലിഷ് ചെയ്ത എഡിറ്റോറിയലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സേജ് സ്റ്റാൻസ് എന്നാണ് തലക്കെട്ട്. പ്രൈസ് സ്റ്റെബിലിറ്റി ഈസ് എ മസ്റ്റ് ഫോർ ഡ്യൂറബിൾ എക്കോണമിക് റിക്കവറി. എന്താണ് ഡ്യൂറബിൾ എക്കോണമിക് റിക്കവറി എന്ന് പറയുന്നത്? നമ്മുടെ എക്കോണമിയിൽ ഈ പറഞ്ഞ കോവിഡിൻ്റെയൊക്കെ കാര്യം കൊണ്ട്, കോവിഡിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് കൊണ്ട് അഡ്വേഴ്സ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എക്കോണമിക് ഗ്രോത്ത് പഴയതുപോലെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു റിക്കവറിക്ക് വേണ്ടി എന്താണ് മെയിൻ എന്ന് പറയുന്നു RBI. പ്രൈസ് സ്റ്റെബിലിറ്റിയാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വില സ്ഥിരത നിലനിർത്താൻ വേണ്ടിയിട്ടാണ് RBIയുടെ പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പോളിസി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്ന ആരാണ്? RBI ആണ്. RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് പോളിസി നിരക്കുകളെ കുറിച്ച് തീരുമാനം എടുക്കുന്നതും അത് വർദ്ധിപ്പിക്കുകയാണോ കുറയ്ക്കുകയാണോ അല്ല അതേപോലെ വെക്കുകയാണോ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വർദ്ധിപ്പിക്കുന്നത് RBI ആണ്. പണപ്പെരുപ്പം തടയാനുള്ള നടപടിയായിട്ടാണ് പോളിസി നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ജനറൽ റൈസ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ സാധനങ്ങളുടെ വിലക്കയറ്റത്തെയാണ് ജനറലി വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ പണപ്പെരുപ്പത്തെ തടയണം. കാരണം ഒരളവ് വരെ പണപ്പെരുപ്പം നല്ലതാണെന്ന് പറയും. അത് കൂടുതൽ ജോലി സാധ്യത അതുപോലെ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും എക്കോണമിയിൽ ഉണ്ടാവും എന്ന് പറയും. പക്ഷേ ഒരു അളവിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുകയും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് മറ്റ് ഗ്രോത്തിനെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ ഈ ഒരു ടാർഗറ്റിംഗ് ഉണ്ട്. ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പത്തിന് ഒരു ടാർഗറ്റ് വാല്യൂ ഉണ്ട്. 4+or-2 ആണ് RBI നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റ്. അതായത് 2 മുതൽ 6 വരെ ശതമാനത്തിലാണ് പണപ്പെരുപ്പം നിൽക്കേണ്ടത്. അതിൽ കൂടുതലോ കുറവോ ആയി കഴിഞ്ഞാൽ ഒന്നുകിൽ എക്കോണമി ഡിപ്രഷനിലേക്കാണ്, അല്ലെങ്കിൽ എക്കോണമി പണപ്പെരുപ്പം കൂടിയ രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് സെറ്റ് ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ പണപ്പെരുപ്പം തടയാനാണ് ഈ മോണിറ്ററി പോളിസി കമ്മിറ്റി കൂടിയ സമയത്ത് അവർ വീണ്ടും കൂട്ടിയത്? പോളിസി നിരക്കുകൾ കൂട്ടിയത്. ഈ മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മോണിറ്ററി പോളിസി കമ്മിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഇവിടെ ഓർത്ത് വെക്കണം. ഈ നിരക്കുകൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ചാൽ ലോണുകളുടെ പലിശ കൂടും. അതായത് ഇപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് RBI മറ്റു ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണുകളുടെ പലിശ നിരക്കാണ്. ഇത് കൂടിക്കഴിഞ്ഞാൽ മറ്റു ബാങ്കുകൾ എടുക്കുന്ന ലോണിൻ്റെ വില കൂടില്ലേ, അതായത് അതിൻ്റെ കോസ്റ്റ് കൂടില്ലേ? കോസ്റ്റ് കൂടും. കാരണം എന്താ? പലിശ കൂടുകയാണ്. ഇതുവഴി എന്ത് പറ്റും? ഒരു സാധാരണക്കാരനും ലോൺ എടുക്കുന്ന സമയത്ത് പലിശ കൂടും. ഇങ്ങനെയാവുമ്പോൾ എന്താണ്? ആൾക്കാർ ഒന്നുകിൽ ലോൺ എടുക്കാതിരിക്കും, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുക്കും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി എന്താ സംഭവിക്കുന്നത്? പോളിസി നിരക്ക് കൂടുമ്പോൾ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള മണി സപ്ലൈ കുറയും. അത് തന്നെയാണ് വേണ്ടത്? RBIക്ക് വേണ്ടത്. ഈ സമയത്ത് ഇപ്പോൾ എക്കോണമിയിൽ ഒരുപാട് പൈസ കൂടുമ്പോഴാണ് ഇൻഫ്ലേഷനും ഒരുപാട് ഡിമാൻഡും അതുവഴി ഇൻഫ്ലേഷനും ഉണ്ടാകുന്നത്, അത് പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. അത് കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മണി സപ്ലൈ കുറക്കാൻ വേണ്ടിയാണ് ഈ പലിശ നിരക്കുകൾ കൂട്ടുന്നത്. അപ്പോൾ നിരക്കുകൾ വർദ്ധിപ്പിച്ചാൽ ലോണുകളുടെ പലിശ കൂടും. പണപ്പെരുപ്പം 2-6% എന്ന നിരക്കിൽ കൊണ്ടുവരാനാണ് RBI ശ്രമിക്കുന്നത്. അതാണ് ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പലിശ നിരക്ക് കൂടുന്നതിനനുസരിച്ച്, അത് ഞാൻ മുഴുവനായിട്ട് എഴുതിയില്ല, പലിശ നിരക്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? മണി സപ്ലൈ കുറയും. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിൽ മറ്റ് ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഓയിൽ ഇമ്പോർട്ട്, ഫുഡ് പ്രൈസസ്, അതായത് ഇപ്പോൾ വീറ്റ് പോലുള്ള ഒരു സാധനമൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനും റഷ്യയും കൂടിയാണ്. മാക്സിമം എമൗണ്ട് ഓഫ് വീറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗോതമ്പൊക്കെ ഈ പറഞ്ഞ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും മേജറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇങ്ങനൊരു യുദ്ധമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ആഗോളപരമായിട്ട് തന്നെ ഫുഡ് പ്രൈസസിന് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ വില, ഫുഡ് പ്രൈസ് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിൽ ഇമ്പോർട്ട്, ഇപ്പോൾ റഷ്യ ഓയിൽ എന്ന് പറയുന്നത് ഒരുപാട് സാങ്ഷനും മറ്റു കാര്യങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളും ഏർപ്പെടുത്തിയതുകൊണ്ട് ഓയിൽ ഇമ്പോർട്ട് എന്ന് പറയുന്നതും ബുദ്ധിമുട്ടായി. അപ്പോൾ മൊത്തത്തിൽ ഓയിൽ പ്രൈസസ് കൂടിയിട്ടുണ്ട് കാരണം ഈ യുദ്ധം കാരണം. അതുപോലെ തന്നെ ഫുഡ് പ്രൈസസും കൂടിയിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പണപ്പെരുപ്പത്തെ ബാധിച്ചിട്ടുണ്ട്. പ്രൈസ് സ്റ്റെബിലിറ്റി അഥവാ വില സ്ഥിരത ഉറപ്പുവരുത്താനാണ് RBI പലിശ നിരക്കുകൾ കൂട്ടി പണപ്പെരുപ്പത്തെ മെരുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അവസാനം, ഈ എഡിറ്റോറിയലിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റി ഈസ് എ മസ്റ്റ് ഫോർ എ ഡ്യൂറബിൾ എക്കോണമിക് റിക്കവറി. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിലസ്ഥിരതയാണ്. അപ്പോൾ ഒരുപാട് കൂടുതൽ ഇൻഫ്ലേഷൻ, ടാർഗറ്റ് ചെയ്തതിൽ കൂടുതൽ ഇൻഫ്ലേഷൻ ആവാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് പോളിസി നിരക്കുകൾ വർദ്ധിപ്പിച്ചതെന്ന് പറയുന്നു. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഉക്രൈനിലെ യുദ്ധവും ഉക്രൈൻ റഷ്യ യുദ്ധവും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള മാന്ദ്യം, അതുമായി ബന്ധപ്പെട്ട ആഗോള തലത്തിലുള്ള മാന്ദ്യവും പിന്നെ റിക്കവറിക്ക് തടസ്സമായിരിക്കുന്ന പണപ്പെരുപ്പമൊക്കെയാണ് ഈ എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബൈ, ടേക്ക് കെയർ.